നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മേധാവിയെ വിളിപ്പിച്ച പാർലമെന്ററി സമിതി NTA ചെയർപേഴ്സൺ പ്രദീപ് കുമാർ ജോഷി ഉൾപ്പെടെയുള്ളവർ ഈ മാസം 21 ഹാജരാകണമെന്നതാണ് നിർദ്ദേശം. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അർജുൻ, CBI അന്വേഷിച്ച് ചെല്ലുമ്പോൾ അങ്ങനെ തുണിയുരി നിൽക്കുന്ന അവസ്ഥയിലാണ് NTAയും അതിന്റെ തലപ്പത്തിരിക്കുന്നവരും. അതിനിടയിൽ പാർലമെന്ററി സമിതിയുടെ ഇടപെടൽ. പ്രവിത, ഗൂഗിൾ CBIയുടെ അന്വേഷണം ഈ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാർലമെന്ററി സമിതി, അതും വിദ്യാഭ്യാസ അതുപോലെ യുവജന കാര്യങ്ങൾക്കുള്ള പാർലമെന്ററി സമിതി NTA ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രദീപ് കുമാർ ജോഷിയെ വിളിച്ചു വരുത്തുന്നത്. അതും മെയ് 21-ാം തീയതി അദ്ദേഹത്തോടും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരോടും NTAയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരോടും ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 പ്രധാന അജണ്ടകളാണ് പാർലമെന്ററി സമിതി പരിശോധിക്കുന്നത്. ഒന്നാമത്തേത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച തന്നെയാണ്. രണ്ടാമത്തേത് ഈ നീറ്റ് പ്രത്യേകിച്ചും NTA പരീക്ഷകളിൽ നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങൾ, അത് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം. ഒപ്പം തന്നെ 2024 സമാനമായി ചോദ്യപേപ്പർ ചോർച്ച വന്നപ്പോൾ അത് വലിയ തോതിൽ വിവാദമായിരുന്നു. സുപ്രീം കോടതിയിൽ അടക്കം എത്തിയ വിഷയം. പിന്നീട് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റി റിപ്പോർട്ടടക്കം ശുപാർശ ചെയ്തിരുന്നു. പ്രത്യേകിച്ചും K. രാധാകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് അത് ഏത് തരത്തിലാണ് നടപ്പിലാക്കിയിട്ടുള്ളത്, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്തായാലും മെയ് 21-ാം തീയതി NTA ചെയർപേഴ്സണും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർക്കും ഈ പാർലമെന്ററി സമിതി നോട്ടീസ് നൽകിയിരിക്കുന്നതും അവരെ ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്യുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ദിഗ്വിജയ് സിംഗ് ആണ് ഈ പറയുന്ന യുവജന കാര്യങ്ങൾക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുമുള്ള പാർലമെന്ററി സമിതിയുടെ തലപ്പത്തുള്ളത്. അദ്ദേഹം തന്നെയായിരിക്കും, അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലായിരിക്കും യോഗം ചേർന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ അവലോകനം ചെയ്യാനും പോകുന്നത്. മാത്രമല്ല, നേരത്തെ ഈ കമ്മിറ്റി റിപ്പോർട്ട് അത് നടപ്പിലാക്കുന്നതിൽ ഈ സമിതിയിലെ തന്നെ പ്രത്യേകിച്ചും പ്രതിപക്ഷ അംഗങ്ങളുടെ ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അതിൽ തടസ്സമാകുന്നുണ്ട് എന്നുള്ള കാര്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കിയതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ പറയുന്ന സമിതിയിലെ യോഗവും ഈ പറയുന്ന മെയ് 21 നടക്കാൻ പോകുന്ന ആ ഒരു ഇന്ററാക്ഷനും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഗൂഗിൾ, പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.